എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഓംപൊടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും, എന്നാൽ വളരെ എളുപ്പമാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓമം എടുക്കുന്നുണ്ട്. അപ്പോൾ ഓംപൊടി എന്ന് പറയുമ്പോൾ ഓമത്തിൻ്റെ ഫ്ലേവർ. അപ്പോൾ ഓമം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അയമോദകം എന്നും കൂടെ പറയും അതിനെ. അപ്പോൾ ഇതേപോലെ ഞാൻ 2 ടേബിൾ സ്പൂൺ അയമോദകം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വറുത്തിട്ടൊന്നുമില്ല, സാധാരണ അയമോദകം തന്നെയാണ്. അപ്പോൾ ഈ അയമോദകം നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 കപ്പ് വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളം തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കടലമാവ് കുഴയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു അയമോദകത്തിന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ അയമോദകത്തിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 2 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. അപ്പോൾ കടലപ്പൊടി ഞാനൊന്ന് അരിച്ചിട്ട് എടുത്തേക്കുവാണ്. അതിൻ്റെ കൂടെ 1/2 കപ്പ് അരിപ്പൊടി നേരത്തെ വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അയമോദകത്തിൻ്റെ വെള്ളം കൊണ്ടാണ് നമുക്ക് കുഴക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കുഴയ്ക്കുമ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് മെയിനായിട്ട് നമ്മുടെ അരിപ്പൊടിനെയും പിന്നെ കടലപ്പൊടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില അരിപ്പൊടി ഒരുപാട് വെള്ളം കുടിക്കും. അപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് 1 കപ്പ് വെള്ളവും പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടെ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സെയിം ആവണമെന്നില്ല, കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. ഇപ്പം കണ്ടോ, ഇപ്പോൾ ഒരു കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ്, നല്ല കട്ടിയല്ല, ഒരു കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഓംപൊടിക്കുള്ള മാവ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ ചുട്ടു തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് സേവനാഴിയിലോട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ അതേ അച്ചാണ് എടുത്തേക്കുന്നത്, നേരിയ ഓട്ടകളുള്ള അച്ചാ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ സേവനാഴിയിൽ നമുക്ക് സൈഡിലൊക്കെ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. നമ്മുടെ മാവ് ഒട്ടും സൈഡിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓംപൊടിയുടെ കൂട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓംപൊടിയുടെ കൂട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓയിലിൽ പിഴിഞ്ഞ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓംപൊടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓംപൊടി പിഴിഞ്ഞു തുടങ്ങാം. ഒരു 2 വട്ടം നമുക്ക് പിഴിഞ്ഞെടുത്താൽ മതിയാകും. ഒരുപാട് നമ്മൾ പിഴിയുവാണെങ്കിൽ അതിനിടയിലുള്ള ലെയേഴ്സ് വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടൊരു 2 വട്ടത്തിൽ പിഴിഞ്ഞെടുത്താൽ മതിയാകും. ഞാൻ 2 വട്ടം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഓയിൽ എപ്പോഴും മീഡിയം ഹീറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഒരുപാട് ചൂടായി പോയാൽ നമ്മൾ ഓംപൊടി പിഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കളറ് മാറിപ്പോവും. അപ്പോൾ ഉള്ള വേവേ ഇല്ല. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ഹീറ്റിൽ നമുക്ക് എപ്പോഴും ചൂടാക്കി വെക്കുക. പെട്ടെന്ന് ഫ്രൈ ആയി വരും. മറിച്ചിടാൻ നേരത്ത് നമ്മൾ ഓട്ടക്കയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്യൂർ വെച്ചിട്ടോ നമ്മൾ തൊട്ട് നോക്കണം. നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം മാത്രമേ മറിച്ചിടാൻ പറ്റുള്ളൂ. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പം മറിച്ചിടരുത്. ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്യണ ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മൾ മറിച്ചിടാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് നടുവൊന്ന് പൊട്ടിപ്പോകും. ഇപ്പം കുറച്ച് ഉറച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് മറിച്ചിടുവാണ്. മറിച്ചിട്ടതിന് ശേഷവും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. നല്ല കളറിൽ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള മാവ് തീരുന്നത് വരെ നമുക്ക് ഓംപൊടി ചുടാം. എല്ലാം ചുട്ട് കഴിഞ്ഞു. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് അതേ എണ്ണയിൽ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. കാരണം വളരെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഓംപൊടിയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഓമപ്പൊടി എന്ന് ശരിക്കും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിൽ ഇത് വെച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് അമർത്തിയാൽ മതി. കൈ വെച്ചൊന്ന് അമർത്തുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞു വരും. അപ്പം കൈ വെച്ചിട്ടൊന്ന് അമർത്തി മിക്സറിനൊക്കെ പൊടിച്ചെടുക്കുന്ന പോലെ ഒന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ ഞാനിതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ബേക്കറിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഓംപൊടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കുറുമുറാന്നിരിക്കുന്ന ഒരു ഓംപൊടിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.